പണ്ട് പ്രായഭേദമന്യേ എല്ലാവരും വളരെയധികം തന്നെ ആസ്വദിച്ച ഒരു സീരിയലാണ് ഏഷ്യാനെറ്റിൽ വൈകുന്നേരം സംപ്രേഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് എന്ന സീരിയൽ. വർഷങ്ങൾക്ക് ശേഷം ആ സീരിയൽ അവസാനിച്ചിട്ടും അതിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ് അതിലെ ഓരോ താരങ്ങളുടെ വിശേഷങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. അതിലെ ഒരു താരമായ ശരത്ത് അന്തരിച്ചത് ഒരു വാഹനാപകടത്തിലായിരുന്നു. അതിനുശേഷം എല്ലാവരും ആ സീരിയലിലെ താരങ്ങളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിലെ ഒരു കഥാപാത്രം ചെയ്തിരുന്ന സോണിയ എല്ലാ പ്രാവശ്യവും നാട്ടിലെത്തുമ്പോൾ ശരത്തിൻ്റെ വീട്ടിലെത്താറുണ്ട്. ഇത്തവണയും മുടങ്ങാതെ ശരത്തിൻ്റെ വീട്ടിലെത്തി. എന്നാൽ ശരത്തിൻ്റെ അമ്മ അവിടെയില്ല. എല്ലാ തവണയും സോണിയെ കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കാൻ അവിടെ എപ്പോഴും ശരത്തിൻ്റെ അമ്മ കാണാറുണ്ടായിരുന്നു. എന്നാൽ ശരത്തിൻ്റെ അമ്മയും ഇപ്പോൾ ശരത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോയിരിക്കുന്നു എന്നാണ് സോണിയ അറിയിക്കുന്നത്. വളരെയധികം വിഷമം തുളുമ്പുന്നൊരു വാർത്തയായി പ്രേക്ഷകർക്കത് തോന്നി. കാരണം വളരെ നന്നായി തന്നെ പ്രേക്ഷകർക്ക് അറിയുന്നൊരു കുടുംബം തന്നെയാണ് ശരത്തിൻ്റെ കുടുംബം. ശരത്തിൻ്റെ സഹോദരനും അതുപോലെ തന്നെ കുടുംബവും അത്രമാത്രം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു. എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുള്ളായിരുന്ന ഒരു താരകുടുംബം കൂടിയാണ് ശരത്തിൻ്റെ കുടുംബം എന്ന് പറയാം. നിരവധി സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ശരത്തിനെ കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്തത് ഈ ഒരു സീരിയലിലൂടെ തന്നെയാണ്. ഓട്ടോഗ്രാഫിലെ ശരത്ത് എന്ന് പറയാനാണ് ശരത്തിനും കൂടുതൽ ഇഷ്ടം. ആ ഒരു കഥാപാത്രമാണ് അമ്മമാരുടെ ഇടയിൽ പോലും ശരത്തിനെ കൂടുതൽ പ്രീതിയിലെത്തിച്ചത്. ആ സീരിയൽ കുട്ടികൾ മാത്രമേ കാണൂ എന്നും അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സീരിയലാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ആദ്യകാലങ്ങളിൽ ഒഴിവാക്കിയെങ്കിലും പിന്നീട് ആ സീരിയലിന് വലിയവരായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധകരെന്ന് പറയണം. മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒരുപോലെ കാണുന്ന ഒരു സീരിയൽ തന്നെയായിരുന്നു ഓട്ടോഗ്രാഫ്. എന്നും അവരുടെ സ്വീകരണ മുറിയിൽ വൈകുന്നേരം 6 മണിക്ക് എത്തിക്കൊണ്ടിരുന്ന 5 ഫിംഗേഴ്സ് ഗ്യാങ് ഇപ്പോഴും ഒരുമിച്ചുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം. ശരത്ത് മാത്രമാണ് ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇല്ലാത്തത്. പക്ഷേ അന്നു മുതലുള്ള സൗഹൃദം സോണിയയും ശ്രീകുട്ടിയും അടക്കം നിരവധി പേർ ഇപ്പോഴും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. സോണിയ വിദേശത്താണെങ്കിലും നാട്ടിലെത്തുന്ന സമയം തന്നെ ശരത്തിൻ്റെ വീട്ടിലേക്ക് പോകും. എല്ലാ തവണയും സോണിയെ കാണുമ്പോഴേക്കും കെട്ടിപ്പിടിക്കാനും ഓടി അരികിലേക്കെത്താനും ശരത്തിൻ്റെ അമ്മയുണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്തവണ അമ്മയുടെ സാന്നിധ്യമില്ലായ്മ ശരിക്കും പറഞ്ഞാൽ സോണിയെ വല്ലാതെ തളർത്തി എന്നാണ് പറയുന്നത്. ശരിക്കും അമ്മയില്ലാതെ ഈ വീട്ടിൽ കയറുമ്പോഴാണ് ഇതിൻ്റെ ശൂന്യത മനസ്സിലാകുന്നത്. ശരത്തിനെയും അമ്മയെയും അടുത്തടുത്ത് തന്നെ അടക്കണമെന്ന അമ്മയുടെ തന്നെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെല്ലാം ചേർന്ന് അമ്മയെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ അടക്കിയത്. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരം തന്നെയായിരുന്നു ശരത്തിൻ്റെ മരണം. ആ വാഹനാപകടം ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് തന്നെയായിരുന്നു. ആരെയും ദ്രോഹിക്കാത്തൊരു പാവം പയ്യനായിരുന്നു ശരത്ത് എന്ന വ്യക്തി. അതുകൊണ്ട് തന്നെയായിരുന്നു എല്ലാവർക്കും ഇത്ര സങ്കടമുണ്ടായിരുന്നത്. 5 ഫിംഗേഴ്സ് ഗ്യാങ്ങിലെ കഥാപാത്രങ്ങളിലും ശരത്ത് അത്തരമൊരു കഥാപാത്രം തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ആരെയും ഉപദ്രവിക്കാത്ത ഒരു പാവത്താൻ്റെ കഥാപാത്രം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലും ശരത്തിന് അങ്ങനൊരു സ്ഥാനം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.